മാറുന്നതാണ്. താങ്കൾ അരുണിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണോ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിലും വലിയ ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു ഈ പ്രതിഷേധം. ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളവരാണോ പങ്കെടുത്തത് എന്നത് ഉൾപ്പെടെയാണ് അരുൺ ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അത് കേരള സമൂഹത്തിന്റെ ഒരു പൊതുവികാരം ആയി മാറിയോ? കേരളത്തിന്റെ ഒരു പരിച്ഛേദമായിരുന്നോ ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ചങ്ങല തീർത്തത്? അല്ല, ഡിവൈഎഫ്ഐ പോലൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ് അവര്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കേരള സംസ്ഥാന രൂപീകരണ കാലം മുതൽ അവർക്ക് ഇവിടെ വ്യക്തമായ സംഘടനാ സംവിധാനമുണ്ട്. കേരളത്തിലെ ഏറ്റവും വ്യക്തമായ സംഘടനാ സംവിധാനം ഉള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരിതിനു മുമ്പും ഈ പറയുന്ന പോലെ മതിൽ കെട്ടുകയും ചങ്ങലക്കിടുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾ അവരിതിനു മുമ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിനകത്ത് എന്താണ് ഇത്ര വലിയ പുതുമയിരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയും, ഒരു അടുപ്പ് കൂട്ടി സമരം അല്ലെങ്കിൽ മറ്റേ സമരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമരങ്ങൾ അത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അതിനകത്ത് ആള് വരുന്നത് അവരുടെ കേഡർ സിസ്റ്റത്തിൽ അവരാളെ ഇറക്കുന്നതൊക്കെ കണ്ടിട്ട് അത് എന്തോ പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവരുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞ 6-7 വർഷങ്ങൾ കൊണ്ട് ഭരിച്ചു മുടിച്ച് കേരളത്തിന്റെ ഖജനാവിൽ പൂച്ചപ്പെറ്റ് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് സംജാതമാക്കിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നെന്താണ്? കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച കുറച്ച് ആൾക്കാർ എന്താണ് തങ്ങൾക്ക് ദയാവധം അനുവദിക്കണമെന്ന് പറഞ്ഞ് കോടതിയെയും മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർത്തകൾ വഴിതിരിച്ചു വിടണം. ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഇവർ അധികാരത്തിൽ കയറുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. വർദ്ധിപ്പിക്കുന്നത് പോട്ടെ, ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ ഡീസലിന് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേരളം. തീർച്ചയായും ഞാൻ ആ ഘട്ടത്തിലേക്ക് കടക്കാം. ഞാനൊന്ന് കാത്തിരിക്കുന്നതാണ്. കാരണം ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതായത് വലിയ ആൾക്കൂട്ടത്തെ, അത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് കേരളത്തിൽ നടന്നത് എന്ന വിലയിരുത്തൽ ഇല്ലേ താങ്കൾക്ക്? അല്ല, ഞാൻ അതാദ്യമേ പറഞ്ഞല്ലോ, ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെറുതെ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ആൾക്കാരോട് ഇറങ്ങി വഴിയിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആള് ഡിവൈഎഫ്ഐക്ക് ഉണ്ട്. അതിപ്പോ കരാർ നിയമനം വഴി, പിൻവാതിൽ നിയമനം വഴി എത്രയോ നിയമനങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർ മുതൽ അവര് സഹകരണ ബാങ്കുകളിൽ ഈ പറയുന്ന കരുവന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ തൊഴിൽ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെന്നേ. അപ്പൊ ഇവരെ പിടിച്ച് നിർത്തിയിട്ട് ഒരു മതിലുണ്ടാക്കുക അല്ലെങ്കിൽ ചങ്ങല കെട്ടുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനത്തിൽ സാധ്യമായ ഒരു കാര്യമാണ്.